താങ്ക് യു സാർ. ശരി. താങ്ക് യു സാറേ. എന്തിനാണോ സാറേ കളക്ടർ ഓർഡർ വാങ്ങിച്ചു തന്നില്ല എനിക്ക്. ഒരുപാട് ഹാപ്പിയാ സാർ. പിന്നെ സാറേ ഞാൻ പറയട്ടെ, ഞാൻ 2 ദിവസം ലീവായിരിക്കുവേ. ഇല്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് വീട്ടിലോട്ട് പോകാനാ. ഞാൻ എന്നെ ക്ലർക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനുണ്ട്? ഇല്ല സാർ അങ്ങോട്ട് വിളിക്കണ്ട, അയാള് സാറിനെ ഇങ്ങോട്ട് വിളിച്ചോളൂ. ഓക്കെ സാറേ. ഓക്കെ താങ്ക് യു സാറേ. താങ്ക് യു. പ്രമോഷൻ ഒന്നുമല്ല ഇപ്പൊ, അതിനെക്കാട്ട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എന്റെ ജീവിതത്തിന്റെ കഷ്ടപ്പാടിന് ഫലം കിട്ടുന്ന ദിവസമാണ്. പിന്നെ തേങ്ങ ഓർമ്മ ദിവസം. പക്ഷേ ആത്മഹത്യ ചെയ്തേക്കണം. നിങ്ങളുടെ മത്സ്യകൃഷി ഇവിടെ നടക്കില്ല. നിന്റെ ഒരുക്കം കണ്ടാ തോന്നുമല്ലോടി നീ തൊഴിലുറപ്പിനല്ല വല്ല ഭാഷാമ്പരനും പോവാണെന്ന്. ഒരു തൊഴിലുമില്ലാതെ വീട്ടിലിരിക്കുന്നവർക്ക് അങ്ങനൊക്കെ പറയാം. ഇടീ നാട്ടുകാരുടെ കുറ്റവും കുറവും പറഞ്ഞോണ്ടേ അവിടെ ചെന്ന് തണലുള്ള എവിടെങ്കിലും കുത്തിയിരിക്കാം, അല്ലാതെ എന്തുവാ. തൊഴിലുറപ്പിന് പോകുന്നുണ്ട് ഈ നാട്ടിലെ പല വീടുകളുടെ അടുപ്പ് പുകയുന്നത്. ഈ അടുപ്പ് പുകയുന്നതേ ഉണങ്ങിയ വിറവ് വെച്ച് തീയരിക്കാത്തോണ്ടാ. ഓ ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒരു കർമ്മത്തിന് കൊള്ളാത്ത ഒരു മനുഷ്യൻ. ഇടി ഒരു കർമ്മത്തിനും കൊള്ളാത്തോണ്ടാണോടി ഒരുത്തന്നെ അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നോടി. മോള് ബാംഗ്ലൂരിലെ BSc നഴ്സിംഗിന് പഠിക്കുന്നോടി. പഴനിയപ്പ ഞാന പഴനിയപ്പ. അണ്ണാജി വീട്ടിലെടുക്കടാ പാവല്ലേ. പഴനിയപ്പ. അക്ക അക്ക അക്കാവേ. അക്ക ഇവിടെ ഇല്ല. തൊഴിലുറപ്പ്. കാശ് കൂടയ്യ 4 വാരം അയച്ച്. എടാ കൊച്ചനെ, ഞങ്ങൾ വാങ്ങിച്ചാ കൊടുക്കാത്തവരൊന്നും അല്ല. അപ്പടി പേസായ തവണ തുടങ്ങിയാൽ മുതലാളി ചൂടാവും. ഒന്നുകൂടെ ക്ഷമിക്ക്, അടുത്ത ആഴ്ച അങ്ങ് തരാം. അടുത്ത വാരത്തിൽ ഞാൻ വേറെ കണ്ടിപ്പാ കാശ് കിടക്കണം. അതെ, നീ കണ്ടിക്കുകയും വെട്ടിയൊന്നും വേണ്ട. അടുത്ത ആഴ്ച വരുമ്പോഴേ കാശങ്ങ് തരും. എന്തായാലും മുരുകനെ ഒരു വിധം പറഞ്ഞു വിട്ട്. എങ്ങനെങ്കിലും എന്റെ മകൾക്ക് ഇച്ചിരി പൈസ അയച്ചു കൊടുക്കണം. അത് ആ അച്ഛനോടൊന്ന് ചോദിച്ചു വാങ്ങിക്കേ. ദേവയാനി, അച്ഛൻ എന്തുമാത്രം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇനി എങ്ങനാടി ചോദിക്കുന്നേ? എന്നെ കൊണ്ടത് പറ്റത്തില്ല. ദേവയാനി ചേച്ചിയേ വാ ഇങ്ങോട്ട്, ഫോട്ടോ എടുക്കാൻ നേരമായി. നീ വൈകിട്ട് വരുമ്പോഴേ ആ കടയിൽ നിന്ന് രഘുവിന്റെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണേ, മറക്കല്ലേ. വെറുതെ വീട്ടിലിരുന്നാലും ഒന്നും സഹായിക്കത്തില്ല. നീ 2 ബോണ്ടായും ഒരു പരിപാടിയും മേടിച്ചോണ്ട് പോരെ. എന്തുവാടി രാവിലെ ഉറങ്ങാനും സമ്മതിക്കത്തില്ലയോ? ഓ നീ ലൂസ് കുടിക്കാൻ വേണ്ടി വിളിച്ചാണോ? പറ. എന്താ നായരെ ഒരു വൈക്ലഭ്യം? പണമില്ലാത്തവൻ പിണമാണ്. എല്ലാം ശരിയാവും. ഇതൊക്കെ കർത്താവിൻ്റെ ഓരോ നിയോഗമില്ലയോ? ആ ഉണ്ണി എവിടെ? ഉണ്ട്, അകത്തുണ്ട്, വിളിക്കാം. മോനെ ഉണ്ണിയേ, ഉണ്ണി, ദാ ചാച്ചൻ വന്നു മോനെ. ആ ഇതാ വരുന്നത്.
ഞാൻ വിളിക്കാം ഞാനോട് വിളിക്കാം. വെച്ചോ, വിളിക്കാം. ഉണ്ണി, നീ അവിടം വരെ ഒന്ന് വരണം. അന്നാമ്മയ്ക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ വരാം ചാച്ച. ചാച്ച ഇരിക്കുന്നില്ലേ? നീ അങ്ങോട്ട് വാ. ചാച്ച. ആ ഉണ്ണി വാ, അകത്തോട്ട് കേറിക്കോ. മരുന്നൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നില്ലേ? ജോലിക്ക് വരുന്ന പെണ്ണ് അതൊക്കെ കൃത്യമായി കൊടുക്കുന്നുണ്ട്. കൊച്ചിനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ലയോ അടപ്പത്തിരുന്ന പാല് തിളച്ചു പോകുമെന്നും പറഞ്ഞ് പോയത്. ആ സമയത്ത് ബക്കറ്റിലിരുന്ന വെള്ളത്തിലോട്ട് കുഞ്ഞ് തലയും കുത്തി വീണു. വർഷം 35 അന്നെനിക്ക് 2 നഷ്ടമാണ് ഉണ്ടായതേ. ഒന്നെൻ്റെ കുഞ്ഞും മരിച്ചുപോയി, ഇവളുടെ ഓർമ്മയും നഷ്ടപ്പെട്ടു. ആ ഉണ്ണി, ആ മരിച്ചുപോയ മോനാണെന്ന് വിചാരിച്ചാ നിന്നെ എപ്പോഴും കാണണമെന്ന് പറയുന്നത്. ഞാൻ നിങ്ങളുടെ മോൻ തന്നെയല്ലേ ചാച്ച? ഹായ് ചേട്ടാ, ഫീസിന്റെ കാര്യം. ചാച്ചൻ ഞാൻ കൊടുക്കാം. ശാലിനിക്കുട്ടി, മോക്ക് സുഖമാണോ? ആ ചാച്ചാ, ഏ എങ്ങനുണ്ട് പഠിത്തമൊക്കെ? ആ കുഴപ്പമില്ല. ആ നല്ലതുപോലെ പഠിക്കണം. പഠിച്ച് മാലാകക്കുട്ടിയായിട്ടൊന്ന് കാണണം. ആ എൻ്റെ അനിയൻ പത്രോസിൻ്റെ മോള് UK ആ അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം കേട്ടോ. നല്ലപോലെ പഠിച്ചു. ആ ചാച്ചാ. ആ ആ ആ ആ ഞാൻ ഉണ്ണിയുടെ കൈ കൊടുക്കാം. ഈ ഇതാര് നോക്കിയേ കുളിച്ചൊരു ചുന്ദരിയായിട്ടിരിക്കുന്നത്? ഹായ് അമ്മാമ. ഹായ്. ഹായ് പറമ്മ. ഹായ്. ഹായ് പറ. ഞാൻ വീട്ടിൽ നിന്ന് വിളിക്കാം. ഹലോ. ആ ഞാൻ ഇവിടെ ഉണ്ടേ. ചാച്ചനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറങ്ങുമോ? ആ മാക്സിമം നോക്കുന്നുണ്ട്. നീ വെച്ചോ. ശരി. ഈ അനന്തം പിള്ളയുടെ വീട് എവിടാ? ദേ ഇതുവഴി അങ്ങോട്ട് ചെന്ന് വലതുവശത്തെ 2ാമത്തെ വീടാ. ആ ഇതുവഴി. ഹലോ, ആളില്ലേ? എന്താ എന്താ സാറേ? ഈ അനന്തം പിള്ളയുടെ അത് ഞാനാ. എന്നിട്ടാണോ താൻ ഇത്രയും സമയം എന്നെ ഇവിടെ ഇട്ട് നടത്തിച്ചേ? അവിടെ വെച്ച് പറഞ്ഞുകൂടായിരുന്നു ഈ അനന്തം പിള്ള താനാണ്? അല്ല, അത് ഞാൻ വിചാരിച്ച് ഈ വോട്ടിൻ്റെ എഴുതാൻ വന്നതായിരിക്കും എന്ന് വിചാരിച്ച്. ബാങ്കിൽ നിന്ന് തൊഴുത്ത് കെട്ടാനായിട്ട് ലോൺ എടുത്തിരുന്നോ? ഉണ്ട്. അതിൻ്റെ തവണകൾ വല്ലതും അടയ്ക്കുന്നുണ്ടോ? പശുവും തൊഴുത്തും ഒക്കെ ഉണ്ടോ? തൊഴുത്തെവിടാ നിങ്ങളുടെ? തൊഴുത്തെവിടാ കെട്ടിയേക്കുന്നത്? ദേ അവിടെ ഇത്തിരി ഇടക്കുറവുണ്ടേ, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി കെട്ടിയിരിക്കുക. അതാണ്ട് സാറേ, അതാ തൊഴുത്ത്. മഴയായതുകൊണ്ട് ഇത്തിരി വെള്ളത്തിൻ്റെയൊക്കെ ശല്യമുണ്ട്. ഇതാണോ തൻ്റെ തൊഴുത്ത്? തുടങ്ങിയതല്ലേ ഉള്ളേ. 4 തൂണും അതിൻ്റെ മേളിലൊരു ചാക്കും വലിച്ചു കെട്ടിയിട്ടാ തൊഴുത്താവോ? പശു എന്ത് ചെയ്യുന്നത്തെ? പശുവുണ്ട്, പാടത്ത് കെട്ടിയിരിക്കുക. ഈ കമ്പും ചാക്കും ഒന്നും തൊഴുത്തായിട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. മര്യാദയ്ക്ക് ബാങ്കിൽ നിന്ന് എടുത്ത പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചടച്ചോണം. ഞാനിത് റിപ്പോർട്ട് ചെയ്യും.
അതാരാ പോയെ? ആ അതെൻ്റെ ഒരു കൂട്ടുകാരനാ. അച്ഛൻ കാര്യം വരുന്ന കൂട്ടുകാരാ? അതൊക്കെ ഉണ്ടിടാവേ. അച്ഛൻ ഒരു കാര്യം പറയാനുണ്ട്. ശാലി ഇപ്പോൾ വിളിച്ചായിരുന്നു. അവളുടെ ഫീസ് അടയ്ക്കണം. നമുക്ക് മീനാക്ഷി കൊടുക്കാം. ഉണ്ണി, മീനാക്ഷിയെ വിൽക്കാനോ? അവിടെ നമ്മുടെ വീട്ടിലൊരു അംഗത്തെ പോലെ അല്ലേ മോനെ വളർത്തിയത്? അച്ഛൻ ഒരു കാര്യം ചെയ്യും, മീനാക്ഷി കെട്ടിപ്പിടിച്ചോണ്ടിരി. പെണ്ണ് ഫീസ് അടയ്ക്കുന്ന സമയമായി. എന്തോ ചേച്ചി, എനിക്ക് തോന്നിയില്ല. ഡി, നിന്റെ പൈസയ്ക്ക് വേണ്ടി ഞാനും അച്ഛനും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. ഞാനതിന് പോയിരിക്കുക. ആ ശരി, ഓക്കെ, ശരി. ഇപ്പോൾ പൈസ? അതെ, മീനാക്ഷിയെ വിറ്റു. അഡ്വാൻസ് മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ബാക്കി കിട്ടുമ്പോൾ അയച്ചു കൊടുക്കാം. മോനെ ഉണ്ണി, കാര്യം മരിച്ചത് നിന്റെ പെങ്ങളൂട്ടിയാ. അവള് കർത്താവിൽ നിദ്ര പ്രാപിച്ചു എന്ന് വിചാരിച്ചാ മതി. നീ വേണം അവരെ സമാധാനിപ്പിക്കാൻ. ഹലോ, ആരും ഇല്ലേ ഇവിടെ? ജപ്തിക്കുള്ള നോട്ടീസ് ഒട്ടിക്കാൻ വന്നതാ. പല പ്രാവശ്യം പറഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടുവന്ന് പൈസ അടച്ചില്ലല്ലോ. ഇനി ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധമായ എക്സ്ക്യൂസുകളും നിങ്ങൾക്കുണ്ടാവില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ വീട് ഒഴിഞ്ഞു പോകാനുള്ള മാർഗങ്ങൾ നിങ്ങൾ നോക്കിക്കോണം. വീട് ഒഴിയാനോ? ഇതൊന്ന് പിടിച്ചേ. ഇത് ജില്ലാ മജിസ്ട്രേറ്റിൻ്റെ ഓർഡറാണ് സാർ. 6 മാസത്തേക്ക് ബാങ്കിൻ്റെ എല്ലാ ജപ്തികളും നിർത്തിവെച്ചുകൊണ്ടുള്ള. കോടതി നടപടികളൊക്കെ ശരി തന്നെ. നിങ്ങൾ 6 മാസത്തിനകം പൈസ അടയ്ക്കാൻ നോക്ക്. ഞാൻ ഒന്ന് വെരിഫൈ ചെയ്യട്ടെ. ഓക്കെ. എടിയേ, ആരാ വന്നേന്ന് നോക്കേ.